അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ത്യാഗത്തിൻ്റെ സ്മരണകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടെ നമുക്ക് സമാഗതമായിരിക്കുകയാണ്. ലോകത്തുള്ള മുസ്ലിങ്ങൾ സന്തോഷത്തിൻ്റെ ദിനമായി ഇതിനെ സമീപിക്കുമ്പോൾ ഏകദേശം 30 ലക്ഷത്തോളം പേർ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകത്തോട് സമാധാനത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ലോകത്ത് സമാധാനം പുലരണമെന്നും ലോകം സമാധാനത്തിൻ്റെ കീഴിലേക്ക് ആകർഷിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബലിപെരുന്നാൾ നമ്മളോട് അടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഈ സുദിനത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയെയാണ് അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. നന്ദിയുള്ള അടിമയാകുക എന്നുള്ളതാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന വലിയ പാഠം. ആരല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നുവോ അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവനക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ കഴിയുന്നവർ വിജയികളാകുകയാണ്. ലോകമെമ്പാടും സമാധാനത്തിൻ്റെ വിളംബരം പ്രഘോഷിച്ചുകൊണ്ട് ആഘോഷത്തിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് നമുക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാവുന്നതാണ്. സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കുള്ള ഒരു കാൽവെപ്പ് ലോകം നടത്തി കഴിഞ്ഞു. പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അവസാനം അല്ലെങ്കിൽ അതിനൊരറുതി പ്രതീക്ഷിക്കുകയാണ് ലോകം. അതിനോടൊപ്പം അണിചേർന്നുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ, പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ബലിപെരുന്നാൾ സുദിനം നമുക്ക് ആഘോഷിക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.